ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുമല്ല, അത് വഖഫ് നിയമ ഭേദഗതി തന്നെയാണ്. വഖഫ് ബില്ലിന്മേൽ ചർച്ച തുടരുകയുമാണ്. മതപരവും ജീവകാരുണ്യപരവുമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ചിരിക്കുന്ന വസ്തു അതെന്താണോ അതാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം വഖഫ്. ചുരുക്കി പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഒരു ദാനരീതി. ഇന്ത്യൻ ഭരണഘടനയുടെ 26-ാം വകുപ്പ് പ്രകാരം എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും തങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കൈകാര്യം ചെയ്യാം. അത് നിയമാനുസൃതമായി മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. എന്താണിപ്പോൾ കേന്ദ്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പാർലമെന്റിൽ നിയമമാക്കാൻ പോകുന്ന പുതിയ നിയമ ഭേദഗതി എന്താണ്? എന്തുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, 1954 വഖഫ് ഒരു നിയമമായി മാറുന്നത്. 95 ആ നിയമത്തിൽ ഒരു ഭേദഗതി സംഭവിക്കുന്നത്. 95 രൂപീകൃതമായ നിയമത്തിൽ 44 ഭേദഗതി വകുപ്പുകളിൽ മാറ്റം വേണമെന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. അതിൽ 14 മാറ്റങ്ങളാണ് JPC അംഗീകരിച്ചിരിക്കുന്നത്. ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് എന്ത് സംഭവിക്കുന്നു? വഖഫിൽ അധികാര പരിധി അത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കുറയും. വഖഫ് പ്രവർത്തിക്കുന്നത് വഖഫ് ബോർഡ്, വഖഫ് കൗൺസിൽ, ഒപ്പം തന്നെ വഖഫ് ട്രിബ്യൂണൽ, ഇങ്ങനെ 3 ഘടനകളായിട്ടാണ്, 3 സംവിധാനങ്ങളാണ് അതിലുള്ളത്. അതിൽ മാറ്റം വരികയാണ്. സ്വത്ത് വിനിയോഗത്തിൽ നിയന്ത്രണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണ് ആശങ്കയെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, സാധാരണഗതിയിൽ ഇതുവരെയുള്ള രീതി അനുസരിച്ച് വാക്കുകൊണ്ട് നമ്മുടെ സ്വത്ത് അത് വഖഫായി നമുക്ക് മാറ്റാം, ആ തരത്തിൽ ദാനം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇനി മുതൽ ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടാൽ കൈമാറ്റ കൈമാറ്റങ്ങൾക്ക് ഓരോ ക്രയവിക്രയങ്ങൾക്കും നിർബന്ധമാകും. അത് രജിസ്റ്റർ ചെയ്യപ്പെടുമെന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ അടുത്ത നോക്കുകയാണെങ്കിൽ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ, നിലവിൽ മുസ്ലിങ്ങൾ തന്നെയാണ് വഖഫ് ബോർഡിലും കൗൺസിലിലും ട്രിബ്യൂണലിലും ഒക്കെ അംഗങ്ങളായിരിക്കുക. മുസ്ലിങ്ങൾ അല്ലാത്ത ആളുകൾ ബോർഡിൽ നിർബന്ധമാകും. അതിൽ 2 പേര് എന്തായാലും അമുസ്ലിങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ നിയമ ഭേദഗതി പ്രകാരം ഉണ്ടാകാൻ പോകുന്ന കാര്യം. നമ്മൾ അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്കറിയാം വഖഫിനെ സംബന്ധിച്ചിടത്തോളം വഖഫിൽ നിലവിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇത് നിയമ ഭേദഗതി ചെയ്യപ്പെടുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. ജില്ലാ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാകാം, ജില്ലാ ജഡ്ജിയുടെ ഇടപെടൽ ഉണ്ടാകാം. അങ്ങനെ ബോർഡിലും കൗൺസിലും ട്രിബ്യൂണലും ഉൾപ്പെടെ അത്തരത്തിലുള്ള ഇടപെടൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ട്രിബ്യൂണലിന്റെ ഘടന മാറും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂടുതൽ അംഗങ്ങൾ വരുന്നു. ഒപ്പം തന്നെ അന്തിമ തീരുമാനം അത് ട്രിബ്യൂണലിൻ്റെതാകില്ല. ട്രിബ്യൂണൽ ഒരു തീരുമാനം, അത് നിലവിലിപ്പോൾ ഒരു കോടതി വ്യവഹാരം പോലെയാണ് ട്രിബ്യൂണൽ പ്രവർത്തിക്കുന്നതെങ്കിൽ പിന്നീട് ഹൈക്കോടതിക്ക് ആ വിഷയത്തിന്മേൽ ഇടപെടാൻ സാധിക്കും, കോടതിയിലേക്ക് പോകാമെന്നുള്ളതാണ്. ഇനി പ്രാക്ടീസിംഗ് മുസ്ലിം ആകണം എന്നുള്ളൊരു വ്യവസ്ഥ. 5 വർഷമായി മുസ്ലിമായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കാം വഖഫ് ആയിട്ട് സ്വത്തുക്കൾ കൈമാറാൻ സാധിക്കൂ എന്നുള്ളതാണ് മറ്റൊരു മാറ്റം ഈ നിയമ ഭേദഗതിയിലൂടെ ഉണ്ടാകുന്നത്. അപ്പം വനിതകൾ, നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രം അനുസരിച്ച് ഇതുവരെയും വഖഫ് ബോർഡിൽ ഒരു സ്ത്രീ പോലും അംഗമല്ല. വനിതകൾ അംഗങ്ങളാവുകയാണ്, വഖഫ് കൗൺസിലിൽ പ്രത്യേകിച്ചാവുകയാണ്. ചില സംസ്ഥാനങ്ങളിൽ നിലവിൽ ബോർഡിൽ ഉണ്ടെങ്കിൽ പോലും രാജ്യമാകെ അതില്ല. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു അറുതി ഉണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്രം ഈ നിയമം കൊണ്ടുവരുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇസ്ലാം പണ്ഡിതർ നിലവിൽ വഖഫ് കൈകാര്യം ചെയ്യുന്നിടത്ത് നിർബന്ധമാണ്, പക്ഷേ ഇസ്ലാം പണ്ഡിതർ നിർബന്ധമാകില്ല. ഇതാണ് പുതിയ നിയമം അനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെയാണ് നിലവിൽ എതിർക്കപ്പെടുന്നത്.